പടം കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് കഥയൊക്കെ ഉണ്ട്. ചേട്ടാ മറ്റേ ഗുഡ് ബാഡ് അഗളിയൊക്കെ കണ്ട എഫക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടമായിരുന്നു. ലിറ്ററലി മോഹൻലാലും ദിലീപും തൂക്കി നല്ല പോലെ ആയിരുന്നു. ഒരുമാതിരി അറിഞ്ഞൂടാ, എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. തിയേറ്റർ തൊണ്ടയൊക്കെ അടിച്ചു പോയി. എൻ്റെ നൈസ് പടമായിരുന്നു, എല്ലാവരും പോയി കാണണം. 100 കോടി. അയ്യോ, അഴിഞ്ഞാട്ടം എന്നൊക്കെ ഒരു പക്ക ഫാൻ പോയി പടം. സാധനം ലോജിക്കൊന്നും പോയി നോക്കല്. നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. ഇനി കുറച്ച് സർപ്രൈസസ് അതിൽ ഒളിഞ്ഞിരിക്കുകയാണ്, അത് വരും. വന്നു കഴിയുമ്പോൾ മോഹൻലാലും ദിലീപും കൂടെ ഉള്ള സീനൊക്കെ വരുമ്പോൾ തിയേറ്റർ നിറഞ്ഞു കൈയടിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ സിനിമ കാണാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമ ഒരു വലിയൊരു മേഖലയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ ഒരു ആഹാരവും കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. പക്ഷേ സിനിമ വൻ വിജയമാണ്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് ബഹിഷ്കരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ മൊത്തത്തിൽ ബഹിഷ്കരിക്കാൻ പറ്റില്ല. സിനിമ പലരുടെയും ചോറാണ്, അതിനകത്ത് പലരും കാണും, അവർക്ക് പല പേഴ്സണൽ വിഷയങ്ങൾ കാണും. അത് സിനിമയെ നമ്മൾ ആ രീതിയിൽ ഒരു ആർട്ട് കാണുമ്പോൾ നമ്മൾ ആ രീതിയിൽ കാണുക എന്നുള്ളത്. എന്റർടൈൻമെന്റ് ഇടലോന്ന് വെച്ചാൽ ദിലീപ് ഇങ്ങനെയാണ് ദിലീപിനെ കാണേണ്ടത്. ഒരു CID മൂസയിൽ വാളയാർ പരമശിവനുണ്ടായ ഒരു സാധനം ഇടലായിട്ടുണ്ട്. മാസീനൊക്കെ അടിപൊളി. ലാലേട്ടൻ ഒരു 20 മിനിറ്റ് മതി, രണ്ടുപേരെയും കൂടി സ്ക്രീനിൽ കാണാൻ മതി. തന്നെ ഒരു ഹരവും പാട്ടും ഫൈറ്റും ഒരു കളർഫുൾ എന്റർടൈൻമെന്റ്, ഒരു രക്ഷയില്ല. പക്ക ദിലീപിന്റെ മോഹൻലാലിനെ തകർത്തെടുക്കാൻ ഉറപ്പായിട്ടും. പടം കൊള്ളാം, ദിലീപിന്റെ അഴിഞ്ഞാട്ടം കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ട സെറ്റ് ഒരു രക്ഷയില്ല. ഇത് നമുക്കറിയാൻ പറ്റത്തില്ല, നല്ല രസമുണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കെ. നല്ല മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടനും കൂടെ ഇപ്പോൾ സിനിമ ആ പാട്ട് വന്നപ്പോഴത്തേക്കും ഒന്ന് ഹൈപ്പ് പോയെന്നാണ് ചോദിച്ചത്. പക്ഷേ സിനിമ നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പൊളി പടമൊക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കും. ലാലേട്ടനാണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ക്യാമ്പിയൊക്കെ ഒക്കെ ഉണ്ട്, അടിപൊളി പടം, വേറെ കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു. നല്ല പടം, കമ്പാക്കാണ് എന്തായാലും കൊള്ളാം. ഇതുവരെ കണ്ടാലും ദിലീപിന് നല്ലൊരു പടം. അച്ഛടാ പടം കൊള്ളാം, അടിപൊളി പടം. ഒറ്റ വാക്കി പറഞ്ഞ പടം നോക്കിയിട്ടുണ്ട്, അത്രേ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയാനൊന്നുമില്ല. ഫുൾ ഓൺ ഫുൾ ഒരു മാസ് വൈബ് പടം, ഉറപ്പായിട്ടും. അഴിഞ്ഞാട്ടം തന്നെ അതൊക്കെ ഇടില്ല. ലൈക്ക് ഇൻട്രോ തൊട്ട് ലാസ്റ്റ് വരെ പുള്ളിക്കാരൻ അഴിഞ്ഞാടിയിട്ടുണ്ട്. രണ്ടിനും മരണ സീൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യം അടിപൊളിയായിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും കോംബോ സൂപ്പറാണ്. ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. എല്ലാവരും പോയി കാണുക, സൂപ്പർ സിനിമ, ഒരു രക്ഷയുമില്ല. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ കണ്ണ് ചിമ്മാണ്ട് നോക്കിക്കൊണ്ടിരുന്നു, അത്രയ്ക്ക് ഭയങ്കരമായ സിനിമ. പറയുന്നവർ പറയും, നെഗറ്റീവ് പറയുന്നവർ അതേ പറയും. കാരണം ചേട്ടൻ കുറ്റക്കാരനല്ലാന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാവരും കുറേ പേരൊക്കെ ചേട്ടനെ ശിക്ഷിക്കണം എന്നുള്ള രീതിയാണ് പറയുന്നവർ പറയട്ടെ. പക്ഷേ സിനിമ സൂപ്പർ സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ പിന്നെ പറയണോ, പുള്ളിയാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു.